സ്വർഗാദൂതർക്കുടയവനേ, അവരാൽ മഹത്വപ്പെടുന്നവനേ, വന്ദനവോടെ നിനക്കു സ്തുതി, പ്രാർത്ഥനകൾ കൈക്കൊള്ളണമേ. ത്രിയേകാമേകത്രയാം ഏകദൈവവുമായുള്ള പിതൃസുത പരിശുദ്ധാത്മാവാം സത്യപരനേ. ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. ഒരു സമൂഹം അകറ്റി നിർത്തിയ ഏകാന്തതയുടെ സങ്കടം നല്ലവണ്ണം അനുഭവിച്ച, കുഷ്ഠം നിറഞ്ഞ ശരീരത്തിൽ ദുർഗന്ധവുമായി ഒരു മനുഷ്യൻ യേശുക്രിസ്തുവിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, മനസ്സുണ്ടെങ്കിൽ എന്നെ നീ ശുദ്ധനാക്കണം. ക്രിസ്തു അവനെ നോക്കി പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാക. അവൻ സുഖം പ്രാപിച്ചു. അവൻ ശരീരത്തിൽ അനുഭവിക്കുന്നതിനേക്കാൾ അപ്പുറം വേദന അവൻ്റെ ഉള്ളിലുണ്ട് എന്ന് ക്രിസ്തു മനസ്സിലാക്കി. എത്രയോ ആളുകളുണ്ട് നമ്മുടെ ചുറ്റിനും ഉള്ളിൽ ഒരു കുന്നോളം സങ്കടം അനുഭവിക്കുന്നവർ. ഈ മനുഷ്യൻ ക്രിസ്തുവിനോട് തുറന്നു ചോദിച്ചു എങ്കിൽ നമ്മുടെ പ്രതികരണം എങ്ങനെയാകും എന്ന് ഭയന്ന് ചോദിക്കാതെ ആ വേദന ഉള്ളിലൊതുക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ കൈയെത്തുന്ന ദൂരത്തുണ്ട്. ഈ മനുഷ്യൻ ചോദിച്ച ആ ചോദ്യം ക്രിസ്തു നമ്മോട് ചോദിക്കുന്നുണ്ട്. മനസ്സുണ്ടോ ഇങ്ങനെയുള്ളവരെ ചേർത്ത് പിടിക്കാൻ? സമ്പത്തിൻ്റെ പേരിൽ, പണത്തിൻ്റെ പേരിൽ, പദവിയുടെ പേരിൽ, സ്ഥാനങ്ങളുടെ പേരിൽ, കൾച്ചറിൻ്റെ പേരിൽ, കാസ്റ്റിൻ്റെ പേരിൽ, രോഗത്തിൻ്റെ പേരിൽ അകപ്പെട്ടവർ, ചെറുതാക്കപ്പെട്ടവർ എത്രയോ ആളുകൾ. ക്രിസ്തുവിന് വേണ്ടി ചെയ്യാൻ ധാരാളം കാര്യങ്ങളുണ്ട്. ഒന്നു മാത്രം മതി, മനസ്സ്. ഈ നോമ്പിൽ മനസ്സോടെ അങ്ങനെയുള്ളവരെ ചേർത്തു പിടിക്കാം, നമ്മളിൽ ഒരാളാക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.